ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാർവണ ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോംബോ പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. 4 കോംബോ ആയിട്ടാണ് പ്ലാന്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇരിക്കുന്നത്. ചെറിയ റേറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എല്ലാ പ്ലാന്റ്സും കൊണ്ടുവന്നേക്കണേ. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് സെയിലിനുള്ള പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റാണ്. അത് സാധാരണ അത് പെറ്റൂണിയ പ്ലാന്റാണ്. സാധാരണ പെറ്റൂണിയ പ്ലാന്റ് അല്ല, ഇത് ടിഡൽ വേവ് റെഡ് സ്പ്രെഡിങ് പെറ്റൂണിയ എന്നാണ് ഇതിൻ്റെ പേര്. റെഡ് സ്പ്രെഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും സാധാരണ പെറ്റൂണിയാസൊക്കെ താഴത്തേക്ക് ഹാങ്ങായി കിടക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാൻഡൊക്കെ കുത്തി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേളിലേക്ക് നിർത്തി നമുക്ക് വളർത്താൻ പറ്റും. അതിൽ എന്തിലെങ്കിലും കയറ്റി വിട്ടും നമുക്ക് വളർത്താൻ പറ്റും. പക്ഷേ ഈ പെറ്റൂണിയ ഹാങ്ങിങ് ആയിട്ടാണ് നടാൻ പറ്റണത്. അതുപോലെ തന്നെ നമുക്ക് നിലത്തും നല്ല രീതിയിൽ മണ്ണ് ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിലത്ത് നട്ട് വളർത്താൻ പറ്റും. അപ്പോൾ നിലത്ത് നട്ട് വളർത്തുമ്പോൾ മണ്ണിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല രീതിയിൽ കെയർ ചെയ്യണം മണ്ണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് സ്പ്രെഡിങ് പെറ്റൂണിയ എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് സ്പ്രെഡായിട്ടാണ് വളരുക കേട്ടോ. താഴത്തേക്ക് നേരെ ഹാങ് ആയി പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ പോട്ടിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും പോട്ടിൻ്റെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡായിട്ടാണ് ഇതിൻ്റെ ഓരോ ശിഖരങ്ങളും വളരുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇതിനെ സ്പ്രെഡിങ് പെറ്റൂണിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടിയും ഒരു സ്ട്രക്ചർ ഒരു വ്യത്യാസം വന്നിട്ട് കേട്ടോ. കാരണം ഇതൊരു ശരിക്കും ഈ പൂവിൻ്റെ വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ പൂവ് നല്ലൊരു വെൽവെറ്റ് ടച്ചുള്ളൊരു പൂവാണ് കേട്ടോ. വെൽവെറ്റ് പോലെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത്. അത് ഫോട്ടോയിൽ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു റെഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡാർക്ക്, ഒരു എന്താ പറയുക, ബീട്രൂട്ടിൻ്റെയൊക്കെ ഒരു ഡാർക്ക് കളറില്ലേ, ഒരു റെഡ് കൂടിയ ഒരു ഇരുണ്ട റെഡ് കളറില്ലേ, അതുപോലത്തേക്ക് ഒരു കളറാണ് ഇതിന്. അപ്പോൾ ആ കളറ് തന്നെ ഒരു വെൽവെറ്റ് ഷെയ്ഡിലാണ് നമുക്ക് കാണാം. വെൽവെറ്റിൻ്റെ ആ ഒരു മിനുസം ഉണ്ടല്ലോ, അത് ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ, ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ നമുക്ക് ആ വെൽവെറ്റിൻ്റെ ഒരു മിനുസം പോലത്തെ ഒരു എന്താ പറയുക, ഒരു ഗ്ലേസിങ് ഉണ്ട്. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. അപ്പോൾ അത്യാവശ്യം റെയറായിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ റൂട്ടായി കിട്ടും. അപ്പോൾ എളുപ്പം പിടിപ്പിക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. പിന്നെ നമുക്ക് സാധാരണ പെറ്റൂണിയയുടെ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇതിന് എന്താ പറയുക, ചീയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലായിട്ട് അതിനും കാണും. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുക, നല്ല വെയിൽ കൊടുക്കുക, വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉണങ്ങി പോവാതിരിക്കാനായിട്ട്. ചൂട് സമയത്ത് പറ്റാവുന്നതും ഒരു നേരമെങ്കിലും കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റിൻ്റെ സൈസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും, ഇപ്പോൾ കാണുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചറിലായിരിക്കും ഈ പ്ലാന്റ് വളരുന്നത്, സ്പ്രെഡായിട്ട് വളരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന സൈസ് ആണ് പ്ലാന്റിന് ഉള്ളത് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഗ്ലാസ് നിറയെ റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു തൈകൾ മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സെറ്റ് റൂട്ട് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അന്വേഷിക്കുന്ന പ്ലാന്റ് ആണെന്ന് അറിയാം ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് തൈകൾ ഞാൻ ചൂടായതുകൊണ്ട് ഞാൻ കുറച്ച് പേടിച്ചാണ് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചത്. പക്ഷേ ചൂടാണെങ്കിലും നമ്മൾ വെയിലില്ലാത്ത നല്ല തണൽ കിട്ടുന്ന ഭാഗത്ത് ആണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് 2 ദിവസം വാടി നിൽക്കും. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ റൂട്ടായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുണ്ടെന്നുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോംബോ പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 കോംബോ ആയിട്ടാണ്. അത് 4 കോംബോയിലും 4 പ്ലാന്റ് വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 4 കോംബോയുടെ 4 പ്ലാന്റ്സിൻ്റെ 4 കോംബോ അങ്ങനെ കേട്ടോ. അപ്പോൾ 16 പ്ലാന്റ്സാണ്, അത് 4 കോംബോ ആയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ ഹാങ്ങിങ് വിൻകയുടെ പ്ലാന്റും സെയിലിനുണ്ട്. അത് ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ റൂട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റും നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയ സൈസ് ഇപ്പോൾ ഒരു 50 രൂപ തൊട്ട്
നമുക്ക് 50 രൂപ, 80 രൂപ, 100 രൂപ ആ ഒരു റേറ്റിലാണ്. പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ, സ്റ്റെമ്മിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് ആ ഒരു റേറ്റ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഈ ഹാങ്ങിങ് വിൻഗയുടെ പിക്ക് ഞാൻ ഇട്ടിട്ടില്ല, സെല്ലിങ് സൈസ് ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഹാങ്ങിങ് വിൻഗേ പ്ലാന്റ് വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സെല്ലിങ് സൈസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഫസ്റ്റ് കോംബോയിലുള്ള പ്ലാന്റ് ബട്ടർഫ്ലൈ ബുഷ് എന്ന് പറഞ്ഞ ഈ പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സൊക്കെ കൂടുതലും നമ്മുടെ ബട്ടർഫ്ലൈസിനെയൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ ഒരു പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വീറ്റ് ആൽമണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ പ്ലാന്റിൻ്റെ അതേപോലെ തന്നെ ഏകദേശം സ്ട്രക്ചറൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. ലീഫിന് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ലീഫ് കുറച്ച് നീണ്ടിട്ടാണ്, മറ്റേതിൻ്റെ ആൽമണ്ട് ബുഷിൻ്റെ കുറച്ച് റൗണ്ടായിട്ടുള്ള ലീഫാണ്. എന്നാലും ഫ്ലവർ കുറച്ച് സാമ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ നല്ല രീതിയിൽ ബട്ടർഫ്ലൈസിനെ ആകർഷിക്കുന്ന പ്ലാന്റ്സാണ്. നല്ല രീതിയിൽ ഇതിൽ ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ബട്ടർഫ്ലൈസ് ഒരുപാട് നമ്മുടെ വീട്ടിൽ വരും കേട്ടോ. കാരണം എനിക്കും അനുഭവമുണ്ട്. എൻ്റെ വീട്ടിലും ഇപ്പോൾ ഈ പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ട് ബട്ടർഫ്ലൈസൊക്കെ ഇപ്പോൾ കുറച്ച് അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ പരിസരത്ത് അങ്ങനെ ഇപ്പോൾ ഒരുപാടൊന്നും അങ്ങനെ ബട്ടർഫ്ലൈസിനെ കാണുന്നില്ലല്ലോ, ഈ ചൂട് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ വെക്കുമ്പോഴത്തേക്കും ചെത്തിയുടെ പ്ലാന്റ്, അത് പിന്നെ വേപ്പ്, നമ്മുടെ കറിവേപ്പില്ലേ, ആ ഒരു പ്ലാന്റൊക്കെ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പ്ലാന്റ്സും കൂടി വെച്ച് കൊടുത്താൽ ഒരുപാട് ബട്ടർഫ്ലൈസൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇങ്ങനത്തെ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു കറിവേപ്പും കൂടി ഒരു ചട്ടിയിലായാലും ചെടിച്ചട്ടിയിലായാലും വെച്ചാൽ മതി. നിലത്ത് തന്നെ വെക്കണമെന്നില്ല. ചെടിച്ചട്ടിയിലാണെങ്കിലും ഒരു മൂട് കറിവേപ്പിലയും കൂടിയും വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഗാർഡനിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസൊക്കെ വരും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ നിങ്ങൾ കോംബോ റേറ്റൊക്കെ നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത്. കോംബോയുടെ റേറ്റും കൊടുത്തിട്ടുണ്ട്, ഓരോ പ്ലാന്റ്സിൻ്റെയും പേരും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കോംബോയാണിത്. 280 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ടും കണ്ടാലേ നമ്മൾക്ക് ഓരോ കോംബോയിലും ഏതൊക്കെ പ്ലാന്റ്സാണ് ഉള്ളതെന്നും ആ കോംബോയുടെ റേറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഈ പ്ലാന്റ്സൊക്കെ ഈ കോംബോ റേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ്, അതായത് ടിഡൽ വേവ് റെഡ് സ്പ്രെഡിങ് പെറ്റൂണിയ, ഹാങ്ങിങ് വിൻഗ, ഈ 2 പ്ലാന്റ്സും ഒഴികെ ബാക്കിയെല്ലാം കോംബോ ആയിട്ട് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. പെറ്റൂണിയ നമ്മൾ കോംബോയിലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അത് മാത്രം വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോംബോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണെങ്കിൽ അതുകൂടി വാങ്ങേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് മാത്രം അന്വേഷിച്ച് നടക്കുന്നവരും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് കോംബോയിൽ ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ. അതുമല്ല, ഈ പെറ്റൂണിയ കൂടുതലും ഒരുപാട് മറ്റുള്ള പ്ലാന്റ്സിൻ്റെ കൂടെ നമുക്ക് അയക്കാൻ പറ്റില്ല. കാരണം അത് പെട്ടെന്ന് ഒടിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്ത് അയക്കേണ്ട പ്ലാന്റാണ് പെറ്റൂണിയ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്ലാന്റ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കോംബോയിൽ ഉൾപ്പെടുത്താതെ അയക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കുള്ളൂ നമ്മൾ പെൻഡിങ് വെക്കില്ല കേട്ടോ. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് വേഗം തന്നെ പ്ലാന്റ്സ് കൊടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. കോംബോ ഓഫർ പ്ലാന്റ്സ് ആണെങ്കിൽ അത് ഏത് കോംബോ ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇന്ന പ്ലാന്റ്സ് ആണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ ഒന്നും എടുത്ത് അയക്കണ്ട. കോംബോ ഏത് കോംബോയിൽ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ കോംബോയുടെ നമ്പർ മാത്രം, ഞാൻ കോംബോയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 1 2 3 4 അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോംബോസിൻ്റെ. അപ്പോൾ ഏത് കോംബോയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ നമ്പർ മാത്രം നിങ്ങൾ അയച്ചു തന്നാൽ മതി. പിന്നെ ടിഡൽ വേവ് പെറ്റൂണിയ ആണെങ്കിലും ഹാങ്ങിങ് വിൻഗ ആണെങ്കിലും സെപ്പറേറ്റ് അതിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ.